സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ നീളവും പൊക്കവും തൂക്കവും മണവും രുചിയുമല്ല നിലമ്പൂര് ചർച്ചയാകേണ്ടത്. നമസ്കാരം. നിലമ്പൂർ എന്ന അങ്കത്തട്ടിലേക്ക് CPM-ന്റെ ഒരു യോദ്ധാവായിട്ട് എം സ്വരാജ് കടന്നു വന്നിരിക്കുകയാണ്. CPM-ന്റെ നിലമ്പൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായി, LDF-ന്റെ നിലമ്പൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു. നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്, കല്യാണാലോചനയല്ല. അതുകൊണ്ട് തന്നെ സ്വരാജിന്റെ ഗുണങ്ങളും സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ മണവും സ്വരാജിന്റെ രുചിയും ഒന്നുമല്ല അവിടെ നിലമ്പൂരിൽ ചർച്ചയാകേണ്ടത്. കഴിഞ്ഞ 9 കൊല്ലത്തെ പിണറായി ഭരണത്തിന്റെ സംഘി ഭരണത്തിന്റെ പിണറായി വിജയനെ സംഘികൾ കസ്റ്റഡിയിലാക്കി വെച്ച ആ 9 കൊല്ലത്തെ സംഘി ഭരണത്തിന്റെ വിലയിരുത്തലാണ് നിലമ്പൂര് ഇത്തവണ നടക്കേണ്ടത്. അല്ലാണ്ട് സ്വരാജിന്റെ നിറവും സ്വരാജിന്റെ നീളവും പൊക്കവും തൂക്കവും അല്ല നിലമ്പൂര് ചർച്ചയാകേണ്ടത്. സ്വരാജിന് എതിരെ വോട്ട് ചെയ്യുന്നത് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുന്നതാണ്. സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും പിണറായി വിജയനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടാണ്. സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും ഇടതുപക്ഷത്തിനെതിരെ ചെയ്യുന്ന വോട്ടാണ്. സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും CPM-നെതിരെ ചെയ്യുന്ന വോട്ടാണ്. സ്വരാജിനെതിരെ ചെയ്യുന്ന ഓരോ വോട്ടും സംഘപരിവാരത്തിനെതിരെ ചെയ്യുന്ന വോട്ടാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സ്വരാജ് അല്ല ജയിക്കേണ്ടത്, UDF ആണ് വിജയിക്കേണ്ടത്. അൻവർ പറഞ്ഞതുപോലെ പിണറായിസം അവസാനിക്കണമെങ്കിൽ സ്വരാജിനെതിരെ, പിണറായിക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, CPIM-നെതിരെ ആണ് വോട്ട് ചെയ്യേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് കുത്തേണ്ടത് UDF മുന്നണിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ ഓരോ സ്ഥാനാർത്ഥികളും ഈ വീഡിയോ നിർബന്ധമായി ഷെയർ ചെയ്യണം. ഈ വീഡിയോ നിലമ്പൂരിലെ ഓരോ വോട്ടർമാരുടെയും അടുത്തെത്തണം. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 9 കൊല്ലം പിണറായി ഭരണത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ, നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, CPM നടത്തുന്ന നരനായാട്ടുകൾ, ഇടതുഭരണം കയറിയതിനു ശേഷം ഉണ്ടായ അന്യായമായ വിലക്കയറ്റം, ഇതൊക്കെയാണ് ചർച്ചയാവേണ്ടത്. കേരളത്തിൽ നടക്കുന്ന വർഗീയ ധ്രുവീകരണം, ഇതൊക്കെ ചർച്ചയാക്കപ്പെടണം. എന്താണ് CPM മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ചെയ്തത്? എന്താണ് CPM ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി ചെയ്തത്? എന്താണ് CPM ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി ചെയ്തത്? ഇതൊക്കെ ചർച്ചയാക്കണം. ഓരോ കാര്യങ്ങളും നിലമ്പൂര് ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട്. 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇന്ന് 9 വർഷമായി നിൽക്കുമ്പോൾ ഇന്ന് എവിടെയാണ് വിലക്കയറ്റം നിൽക്കുന്നത്? സാധാരണക്കാരനായ ഓരോരുത്തർക്കും ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത ഒരു അവസ്ഥ, പുതിയതായ യാതൊരു സംരംഭങ്ങളും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ, CI2 കൊടി കുത്തുന്നു, CI2 സംരംഭങ്ങൾ താർത്തു കളയുന്ന ഒരു അവസ്ഥ. ഇതിനൊക്കെയും എതിരെ വേണം അവിടെ വോട്ട് ചെയ്യുവാൻ. കേരളത്തിലെ പുതിയൊരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് നിലമ്പൂർ തയ്യാറാകട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.